ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരത്ത് ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, വൈകുന്നേരത്ത് നല്ലൊരു മഴ പെയ്ത് വൈകുന്നേരം പറയുമ്പോൾ ഒരു 3 മണി 3:30 ആ ഒരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ നല്ലൊരു മഴ ഉണ്ട് കേട്ടോ. കണ്ട മുറ്റത്ത് കണ്ട നിറയെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല മഴയാണെന്നുള്ളത്. പിന്നെന്താ, അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. മഴയൊക്കെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയാണെങ്കിലോ ഈ ഒരു നേരത്ത് മഴയൊക്കെ അല്ലേ, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവർ നീച്ചിട്ടില്ല, കുറേ നേരമായിട്ട് ഉറങ്ങണു, നീച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, രാവിലെ തുണികൾ തിരുമ്പി വെച്ചാണ് കേട്ടോ. അത് ഞാൻ ഈ മഴ വന്ന സമയത്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. 3 മണി ആ ഒരു സമയം തന്നെ അപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഉണങ്ങിയില്ല, കാരണം വെയിലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. മഴയൊക്കെ അല്ലേ, മഴ ഇല്ലെങ്കിൽ തന്നെ വെയിലില്ല കേട്ടോ. ഒരു മൂടിയൊരു കാലാവസ്ഥയല്ലേ. അപ്പോൾ അതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്ത കാരണം തുണികളൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മഴ പെയ്യുന്ന കണ്ടപ്പോൾ ഞാനതൊക്കെ വേഗം ഒന്നിട്ട് എടുത്ത് പാത്രത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് ഈ അഴക്കയിൽ കൂടെ വിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് പറയുമ്പോൾ എൻ്റെ കിച്ചും തുമ്പിൻ്റെ അടുത്ത് നിന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം അവനെ ഓടിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ കുട്ടികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, വെള്ളം ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. കാരണം വെയിലെന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം വെള്ളം തന്നെ മര്യാദയ്ക്ക് പോയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ കുറച്ച് തുണികൾ തിരുമ്പിയിട്ടിട്ടുണ്ട്, അതുകൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത് കൂടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പണികളൊക്കെ ഒരുവിധം ഒരുങ്ങിയപ്പോൾ മഴയൊക്കെ കാരണം കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ല കേട്ടോ. മുറ്റടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ വെള്ളം കാരണം ഞാൻ മുറ്റടിക്കില്ല കേട്ടോ. ഞാൻ രാവിലെ മാത്രമേ അടിക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങളുണ്ടല്ലോ കൈലേട്ടയ്ക്ക് പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അടുത്തുണ്ട് ചിക്കനൊക്കെ മേടിക്കാൻ, ചിക്കൻ കടയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കുറച്ച് അത്ര നേരം വണ്ടിയിൽ പോകാൻ, കുട്ടികൾക്കൊരു കിച്ചുവാണെങ്കിൽ വണ്ടിയിൽ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ കൈലേട് വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്, കൈലേട് എത്തിയിട്ടോ. അപ്പോൾ കിച്ചു അധികം എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അവിടെയാണ് കേട്ടോ ഈ ചിക്കൻ വാങ്ങിക്കണ കട. അപ്പോൾ ഏട്ടൻ പോയിട്ട് അവിടുന്ന് ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. നമ്മുടെ കിച്ചു ഞങ്ങൾ കണ്ടില്ലേ, ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത്. കൈയ്യട് പറയുമ്പോൾ ദൂരം എന്നല്ല, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കിച്ചു കണ്ടില്ലേ, ട്രൗസറൊക്കെ അതന്നെ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ബേക്കറി കട കയറിയിട്ട് ഈ മറ്റേ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, തേങ്ങ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഡയറി മിൽക്ക്, കുറേ ആയിട്ടോ ഡയറി മിൽക്ക് കഴിച്ചിട്ട്. അപ്പോൾ ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഒന്ന് മഴ കാരണം കൊണ്ട് ഏട്ടൻ എവിടേക്കും പുറത്തേക്കൊന്നും പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പൊടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ, ഈ ഗോതമ്പ് പൊടി. അപ്പോൾ അതൊക്കെ ഒന്ന് അരിക്കുകയാണെങ്കിൽ കുളിഞ്ചാത്തുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അരിച്ചിട്ട് പൊടി കുഴക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 1-2 ഉണ്ട് കേട്ടോ. എന്നാലും ഈ കുറിഞ്ചാത്തന്മാർ പൊട്ടിച്ച് വെച്ച കാരണം കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് കുറേ ആയി പൊട്ടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് തീർക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ച് കഴിഞ്ഞു, കുഴക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്താ പറയുക, ഈ കുഴച്ച് തന്നോ, ഞാൻ ഉരുട്ടി ഉരുളാക്കി തരാം, എന്നിട്ട് ചുടൽ ഏട്ടൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാ പണി ഷെയർ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുള്ളൂ ഈ പണിയൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ ഇരിപ്പിന് എനിക്ക് എല്ലാം കൂടി വെയ്യ കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മുന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഏട്ടനും പണി കൊടുക്കും കേട്ടോ. അതായത് ഏട്ടൻ അത് ചെയ്യും ഇത് ചെയ്യുമോ എന്നൊക്കെ വെച്ചാൽ, അപ്പോൾ ഏട്ടൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനതിനെ പരത്തി കൊടുത്തപ്പോൾ ഏട്ടൻ അതൊക്കെ അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പരത്താനാണ് ഏറ്റവും പണി, ചൂടാനൊന്നും അത്ര എളുപ്പമില്ല, പരത്തിയെടുക്കണ്ടേ, അതാണ് നല്ല പണി കേട്ടോ. എനിക്കതാണ് വലിയൊരു പണിയായിട്ട് തോന്നി കിടക്കണത്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ ഏട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഏട്ടനും കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ അവിടെ ഇരുന്നിട്ട് അവിലും ഒക്കെ കഴിക്കുകയായിരുന്നു, അവിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് വാരി വൃത്തിയാക്കി കേട്ടോ. അവിടെയൊക്കെ പരത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ചിക്കനിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ അപ്പത്തിന് ചിക്കനൊക്കെ കഴുകി ഒക്കെ തന്നു. അപ്പോൾ ഞാനിതാ അടുത്തത് ചിക്കൻ വെക്കണ ചടങ്ങിലേക്ക് കിടക്കാനായിട്ട്. ഞങ്ങൾ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ മുഖത്തും. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ചിക്കനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കിച്ചും തുമ്പി അവർക്ക് മതിയായില്ല കേട്ടോ. അവർ ഇത് കഴിക്കാറില്ല. നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേഗം കഴിക്കും കേട്ടോ. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അപ്പോൾ കിച്ചുവിന് ചിക്കൻ വേണം പറഞ്ഞിട്ട് അവൻ കുറേ ദിവസമായിട്ട് പറയണു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊരു സാഹചര്യം വന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് പേടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഏട്ടനാണെങ്കിൽ ലീവായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയിട്ടൊക്കെ ചിക്കൻ മേടിച്ചിട്ടോ. ഏട്ടന് ലീവാണ്. ഏട്ടൻ പുറത്തേക്ക് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് നിന്നപ്പോൾ അങ്ങനെ ചിക്കൻ മേടിക്കാൻ പോയി. അതാണ് കേട്ടോ കാര്യം. അപ്പോൾ ഉള്ളിയൊക്കെ അങ്ങനെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകും
എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസിലാണ് ഇട്ട് വെക്കണത്. മഴ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ വിറകും നേരം പോലെ കത്തുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് മടിയാണ് അടുപ്പ് കത്തിക്കാൻ. രാവിലെ ചോറ് വയ്ക്കാൻ മാത്രമേ കത്തിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടില്ലേ ഞാനങ്ങനെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കി ചിക്കൻ കറിയൊക്കെ ആയി. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.